അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിനുത്തരവാദികളായ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ നാളെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താലിന് ഐക്യദാർഢ്യവുമായി വെൽഫെയർ പാർട്ടി പൂഞ്ഞാർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുണ്ടക്കയത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ധർണ വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഹസീബ് വെളിയത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബൈജു സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ സംസ്ഥാന സെക്രട്ടറി സുനിൽ ടി രാജ് ആശംസയർപ്പിച്ച് സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി യൂസുഫ് ഹിബ സ്വാഗതവും മുണ്ടക്കയം യൂണിറ്റ് പ്രസിഡന്റ് ജലാൽ നന്ദിയും പറഞ്ഞു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സംഭവമല്ല, മറിച്ച് 7 വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ, അതായത് 2019 മുതൽ 2026 വരെയുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം 23-ലധികം കൊലപാതകങ്ങളാണ് ഈ അർത്ഥത്തിൽ ഈ നാട്ടിൽ നടന്നിരിക്കുന്നത്. മനസ്സിലാക്കണം, ഓരോ കൊലപാതകങ്ങളും നമ്മൾ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഏറ്റവും അവസാനത്തെ കൊലപാതകമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ മിണ്ടാതിരിക്കും. പക്ഷേ ഇതിന്റെ ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പോൾ, ഇതെല്ലാവരും ഒന്ന് മറന്നു കഴിയുമ്പോൾ വീണ്ടും മറ്റേതെങ്കിലും കോളേജിൽ ഇത് രൂപപ്പെട്ടു വരികയാണ്. ഈ രാജ്യത്ത് നിയമത്തിന്റെ കുറവുണ്ടായതുകൊണ്ടല്ല, ഈ രാജ്യത്ത് നിയമമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഈ രാജ്യത്ത് നിയമം നടപ്പിലാക്കേണ്ട ആൾക്കാർ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്നതിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട നിതിൻ രാജിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന ഒരു പയ്യനാണ്. തന്റെ പിതാവിനാണെങ്കിൽ പെയിന്റ് അടിച്ച് ഉപജീവനം നടത്തുന്ന ആളാണ്. തന്റെ മാതാവ് തൊട്ടപ്പുറത്തെ വീട്ടുജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിലെ ഒരു സ്ത്രീയാണ്. അവൾക്കൊരാഗ്രഹമുണ്ടായിപ്പോയി, ആ മാതാപിതാക്കൾക്ക് ചിന്തയുണ്ടായിപ്പോയി, ഞങ്ങൾ കുഞ്ഞുനാളിൽ അനുഭവിച്ച ഒരു യാതനകളും പ്രയാസങ്ങളും എന്റെ പ്രിയപ്പെട്ട മോൻ അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും എന്റെ പൊന്നോമന മകനെ ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിക്കണം എന്ന അതിയായ ആഗ്രഹത്തിന്റെ പുറത്താ പ്രിയപ്പെട്ടവരെ കണ്ണൂർ ദന്തൽ കോളേജിലേക്ക് ആ കുട്ടിയുമായി കടന്നു പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ആ കുട്ടി അവിടെ പഠിച്ചപ്പോ പല ആൾക്കാരും സവർണ ജാതിബോധം മുന്നിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന പല ആൾക്കാരും ചിന്തിച്ചു പോയി, എന്നെക്കാട്ടിലും മുകളിൽ ഒരു ദളിത് വിദ്യാർത്ഥി, സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നെക്കാട്ടിലും മുകളിൽ പഠിച്ചു വരാൻ പോകുന്നു. എന്റെ ജാതിബോധം അതെനിക്ക് സമ്മതിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ മിടുക്കനായ കുട്ടി, ക്ലാസ്സിൽ വളരെ സൈലന്റ് ആയിരിക്കുന്ന കുട്ടി, ഒരു സമരത്തിലും പങ്കെടുക്കാത്ത കുട്ടി, അധ്യാപകരെ കൃത്യമായി അനുസരിച്ചു പോകുന്ന, മാനേജ്മെന്റിനെ കൃത്യമായി അനുസരിച്ചു പോകുന്ന ഈ കുട്ടിയെ കണ്ടപ്പോ അവിടെയുള്ള സവർണ ജാതിബോധങ്ങൾക്ക് മനസ്സിലായി, ഇങ്ങനെ വിട്ടാൽ ഞങ്ങളെക്കാട്ടിലും എല്ലാം ഒരു ഉയർന്ന ഡോക്ടറായി ഇവൻ സമൂഹത്തിൽ വന്നാൽ ഞങ്ങൾക്കായിരിക്കും നാണക്കേട്. അതുകൊണ്ട് ഈ കുട്ടിയെ ടാർഗറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. സ്വന്തം അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മേ ഞാൻ വേണ്ടിക്കെടുത്തിരിക്കുകയാണ്, എന്റെ ബാഗും പെട്ടിയുമെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്, എനിക്ക് വേണ്ടി എന്താണ് അമ്മയെ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്ത് വേണം മോനെ എന്ന് ചോദിച്ചുകൊണ്ട് ആ കുട്ടി വരുന്നതും കാത്ത് ഉരുത്തൊഴിലാളികളായ തന്റെ പിതാക്കൾ, തന്റെ അമ്മയും അച്ഛനും കണ്ണീരോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി നോക്കി നിൽക്കുമ്പോഴാണ് ഈ അപകട വാർത്ത ആ മാതാപിതാക്കളുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത്. നോക്കണം പ്രിയപ്പെട്ടവരെ, ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട്, നാളത്തെ ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ തലത്തിലുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ സംവദിച്ചപ്പോൾ ഈ സമരം കേരളത്തിന് അനിവാര്യമാണെന്നാണ് അവരെല്ലാം പറയുന്നത്. നമുക്കറിയാം, ഈ സമരം, ഈ ഹർത്താൽ അനിവാര്യമാണെന്ന് പൊതുസമൂഹം സാക്ഷ്യപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നമുക്കറിയാം, വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് BDS വന്നത് ഒരു ദന്ത ഡോക്ടറാകുവാൻ വേണ്ടിയിട്ട് കണ്ണൂർ മെഡിക്കൽ അഞ്ചരക്കിണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ദന്തൽ കോളേജിൽ പഠിക്കുവാൻ പോയ ഒരു വിദ്യാർത്ഥി, അതിനായ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ വലിയ സ്വപ്നങ്ങളുമായിട്ട് ഒരുപക്ഷെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്ന പോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന്റെ സഹപാഠികൾ പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. BDS എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചതിന് ശേഷം UK-യിൽ പോയി MBBS തത്തുല്യമായ രീതിയിൽ BDS പഠനം തുടരാമെന്നാണ് പ്രിയപ്പെട്ട നിതിൻ രാജ് മനസ്സിലാഗ്രഹിച്ചത്. ആ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിക്കൊണ്ടാണ് ആ പാവപ്പെട്ട കുട്ടിയെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത്.
നമുക്കറിയാം ഈ ആത്മഹത്യക്ക് ഈ കുട്ടി ചെയ്യാനുള്ള പ്രധാന കാരണങ്ങളെക്കുറിച്ച് ഉദ്ഘാടകൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം 90കളുടെ ശേഷം കേരളത്തിലെ കലാലയങ്ങൾ വളരെ കലുഷിതമായ രീതിയിലാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 90കൾക്ക് ശേഷം അത് ഇവിടുത്തെ വിപ്ലവം പ്രസംഗിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളും അത് വിപ്ലവമില്ലാത്ത വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഈ കാമ്പസ് കലുഷിതമാക്കുന്നതിൽ കാമ്പസിൽ നിന്ന് മതേതരത്വ ബോധവും സോഷ്യലിസവും ഒക്കെ മറന്നു പോകുവാൻ ഒരുപോലെ പങ്കുവഹിച്ച ആളുകളാണ് ഇവിടെ വിപ്ലവ പ്രസ്ഥാനങ്ങളും വിപ്ലവമില്ലാത്ത ആളുകൾ. 90കളുടെ ശേഷം കേരളത്തിലെ കലാലയങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇത് ഒരു പൊതുസമൂഹത്തിൽ പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്. നമുക്ക് റാം പറയപ്പെടുന്ന ഇതിലെ പ്രധാന അധ്യാപകൻ അദ്ദേഹത്തിന്റെ പഠന രീതികളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹത്തിന്റെ പഠന രീതി അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ സിലബസ് പഠിപ്പിക്കുന്നതിന് പകരം അദ്ദേഹം ക്ലാസ്സുകളിൽ പകുതി സമയവും ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും രാമായണം പഠിപ്പിക്കുന്നതിനുമാണ് അദ്ദേഹം മുൻകൈയെടുത്തത്. നമുക്കറിയാം കേരളത്തിലെ പൊതുസമൂഹത്തിൽ ആധ്യാത്മിക കേന്ദ്രങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. ആത്മീയത പഠിപ്പിക്കുവാൻ ഇവിടെ ധാരാളം പഠനശാലകളുണ്ട്. ഒരു കാമ്പസിൽ ഇത് പഠിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ പറയുന്ന കേരളത്തിലെ കലാലയങ്ങൾ സർക്കാരിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും കൈവിട്ടു പോകുന്ന വളരെ ദയനീയമായ സ്ഥിതിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്.